ടിയാൻഡോക്കിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അയോധ്യയിലെ രാമക്ഷേത്രത്തിനെ ചുറ്റിപ്പറ്റി ഇപ്പോൾ പുറത്തുവരുന്ന പല വാർത്തകളും ഞെട്ടിക്കുന്നതാണ്. ക്ഷേത്ര ഭണ്ഡാരത്തിന് നിന്ന് കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്നത് കോടികളാണ്. പള്ളി പൊളിച്ച് രാമക്ഷേത്രം പണിതത് തന്നെ ഈ കൊള്ള ലക്ഷ്യമിട്ടാണോ എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട്. യഥാർത്ഥ ഭക്തരിൽ നിന്ന് തന്നെയാണ് ഇത്തരം ചോദ്യങ്ങൾ ഉയർന്നത്. ഭക്തിയുടെയും വിശ്വാസത്തിന്റെയും പേരിൽ BJPയും RSSും ഒത്താശ ചെയ്യുന്നത് ഭക്തരുടെ പണം തട്ടാനോ എന്നും സംശയം ഉയരുന്നുണ്ട്. RSSകാരനും മോദിയുടെ വിശ്വസ്തനുമായ ചമ്പത് റായിയാണ് തട്ടിപ്പിന് നേതൃത്വം നൽകിയത് എന്നുകൂടി തെളിയുമ്പോൾ ഇത് ഒരു നിസ്സാര അഴിമതിയല്ല. കുറ്റക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമോ? അയോധ്യ രാമക്ഷേത്ര വിവാദം BJPയെ, കേന്ദ്ര സർക്കാരിനെ, യോഗിയെ, UP സർക്കാരിനെ എല്ലാം എങ്ങനെയാണ് പ്രതിരോധത്തിലാക്കുന്നത് എന്ന് നമ്മൾ കേരളത്തിലുള്ള കുറച്ച് ആളുകളോട് ചോദിക്കുന്നുണ്ട്. പാലക്കാടുള്ള ആളുകളുടെ പ്രതികരണം കേൾക്കാം. ലോകത്തെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമാക്കാനാണ് അയോധ്യയെ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത്. അതിനിടയിലാണ് വലിയ കൊള്ള അയോധ്യ ക്ഷേത്രത്തിൽ നടന്നത്. അത് വലിയ രീതിയിൽ BJPക്ക് തിരിച്ചടിയാകുമോ എന്ന് ജനങ്ങളോട് തന്നെ ചോദിക്കാം. തിരിച്ചടിയാണ്, അത് അഴിമതി തന്നെ. ആരായാലും നിയമത്തിന് മുമ്പിൽ ശക്തമായ നിലപാടെടുക്കും. ദൈവത്തിലുള്ള പൈസ അങ്ങനെ ആൾക്കാർ കൊള്ളയടിക്കാൻ പാടില്ലല്ലോ. എടുത്തവരെ ശരിക്കും ശിക്ഷിക്കണം. ആരായാലും നോക്കാൻ പാടില്ല. ആരിത് കട്ടുണ്ടോ അവനെല്ലാം പിടിച്ച് അകത്താക്കണം. തിരിച്ചടി എന്ന് പറയാൻ പറ്റില്ല. അതിൽ പല കള്ളക്കളികളും അതിൽ നടന്നിട്ടുണ്ട്. ഇതിൽ ഒരുപാട് മന്ത്രിമാർ ഇതിൽ ഏർപ്പെട്ടിട്ടുമുണ്ട്. ഇല്ല, അവർ വരണതല്ലേ അവിടെ. അപ്പോൾ അവരെന്നെ നോക്കേണ്ടത്. നമ്മൾ നോക്കി ഇവിടുത്തെ ആൾക്കാർ നോക്കി കാര്യമില്ലല്ലോ. അതിന് അവരെന്നെ കൈകാര്യം ചെയ്യണത്. ദൈവത്തിൻ്റെ പൈസയാണെന്ന് പറഞ്ഞാൽ അതിന് ശക്തമായ ഇത് ചെയ്യേണ്ടതല്ല. അതാരാണെങ്കിലും ശരിയാണല്ലോ. ദൈവത്തിൻ്റെ പൈസയല്ലേ. അയോധ്യ ക്ഷേത്രം പറഞ്ഞാൽ ഇന്ത്യയിലെ വലിയൊരു ക്ഷേത്രമല്ലേ. തിരിച്ചടിയോ? ഭഗവാന്റെ മുതലും എല്ലാം അടിച്ചു മാറ്റുന്ന പരിപാടികൾ ശരിയല്ലല്ലോ. അതുകൊണ്ടാണ് പറഞ്ഞ തിരിച്ചടിയാന്ന് പറഞ്ഞത്. എന്തായാലും അവർക്ക് സംബന്ധിച്ചോളം ഭയങ്കര തിരിച്ചടിയായിരിക്കാം. നമുക്ക് പറയാം. RSS തിരിച്ചടിയായിട്ട് വരുമെന്ന് തോന്നുന്നില്ല. അവരെ എല്ലാം പിടിച്ചല്ലോ. പിന്നെ അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു തെറ്റാണ്. സ്വർണം കട്ടത് ആരപ്പ എന്ന ഒരു പാട്ടാണ് കേരളത്തിൽ CPMനും അതേപോലെ തന്നെ ഇടതുപക്ഷത്തിനും വലിയ രീതിയിൽ തിരിച്ചടിയായത്. അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ കേന്ദ്രത്തെ വെല്ലുന്ന തരത്തിലുള്ള സ്വർണം കട്ടത് ആരപ്പ എന്ന ചോദ്യവും വരുന്നത്. BJP RSS നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഈ കൊള്ളയിൽ പങ്കാളികൾ ആയിട്ടുണ്ട് എന്ന് തന്നെയാണ് ജനങ്ങളുടെയും അഭിപ്രായം. എന്തായാലും അയോധ്യ ക്ഷേത്ര കൊള്ള നടത്തിയ ആരായാലും അത് ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് ജനങ്ങൾ ഒറ്റക്കെട്ടായി പറയുന്നത്. ക്യാമറമാൻ രമേശ് റാമിനൊപ്പം സച്ചിൻ വള്ളിക്കാട്, ന്യൂസ് മലയാളം.